കർണാടക ചിക്കമംഗലൂരിൽ കാണാതായ മലയാളി പെൺകുട്ടി ശ്രീനന്ദയ്ക്കായി 4ാം ദിനവും വ്യാപകമായ തിരച്ചിലാണ്. മാണിക്യധാരയിൽ 50 അംഗ വനം വകുപ്പ് ജീവനക്കാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. പ്രദേശത്തെ പാറയിടുക്കുകളിലും മലഞ്ചെരുവുകളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുകയാണ്. കുടുംബം ഇന്നും പോലീസ് സ്റ്റേഷനിലെത്തി സംസാരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടാണ് കുടുംബത്തോടൊപ്പം മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വ്യൂ പോയിന്റിലെത്തിയ ശ്രീനന്ദയെ കാണാതായത്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ചിക്കമംഗളൂരിൽ ഈ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്താണോ ദീപക് ഉള്ളത്? 4 ദിവസമായി കുട്ടിയെ കാണാതായിട്ട് ഇപ്പോഴാണോ പൂർണ്ണ രൂപത്തിലുള്ള തിരച്ചിലേക്ക് അധികൃതർ കടന്നത്? സ്മൃതി, ഇപ്പോഴും അധികൃതർ പൂർണ്ണ രൂപത്തിലുള്ള തിരച്ചിലിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ നമ്മൾ ലൈവിൽ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണിച്ച സമയത്ത് കുറച്ച് വനം വകുപ്പ് ജീവനക്കാരും ഫയർഫോഴ്സ് ജീവനക്കാരും ഇവിടെ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ തെരച്ചിൽ പൂർണ്ണമായി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ എത്തിയ സമയത്ത് 2 റൗണ്ട് ഡ്രോൺ അവർ മുകളിലൂടെ പറത്തി. അതിനുശേഷം ഇപ്പോൾ ഡ്രോണും താഴ്ത്തി. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. നേരത്തെ അവർ റോപ്പ് ഉപയോഗിച്ച് താഴെ തിരച്ചിൽ നടത്താം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന റോപ്പ് ഇപ്പോഴും ഈ കമ്പിക്കടുത്തായിട്ടുണ്ട്. അവിടെ തന്നെ ആ റോപ്പ് കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയ ആ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും തിരച്ചിൽ നടത്തുന്നത് എന്നാണ് ഇവിടെയുള്ള ശ്രീനന്ദയുടെ മാതാപിതാക്കൾ അടക്കം പറയുന്നത്. ആ മേഖലയിലൊക്കെ വിശദമായി തിരച്ചിൽ അന്ന് അവർ നടത്തിയിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ തിരച്ചിൽ നടത്തി. പക്ഷെ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ വീണ്ടും ആ മേഖലയിൽ തന്നെയാണ് ഈ വനംവകുപ്പ് ജീവനക്കാർ എത്തി പരിശോധന നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഞാനിരിക്കുന്ന ഈ സ്ഥലത്താണ് ഏറ്റവും ഒടുവിലായി ശ്രീനന്ദയെ ബന്ധുക്കൾ കണ്ടത്. ശ്രീനന്ദ ഇവിടെ എത്തി, അതായത് താഴെ മാണിക്യധാരയിൽ വെള്ളച്ചാട്ടത്തിൽ പോയി കുടുംബാംഗങ്ങളോടൊപ്പം മടങ്ങി വന്ന ഇവിടെ ഇരുന്ന് ആദ്യം ഒരു ഫോട്ടോ എടുത്തു. ഏറ്റവും ഒടുവിലിരുന്ന ഫോട്ടോ എടുത്ത സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഒപ്പം മറ്റ് ബന്ധുക്കളും ഉണ്ടായിരുന്നു. അതിനു മുൻപായി എടുത്ത ഫോട്ടോ എടുത്ത സ്ഥലമാണ് ഈ തൊട്ടടുത്തുള്ള മാണിക്യധാര വ്യൂ പോയിന്റിന് സമീപത്തുള്ള ഈ തൊട്ടടുത്ത സംഘം ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്.